പ്രോബ്ലം നമ്പർ 9 റിഡംഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 4,011% ഡിബഞ്ചേഴ്സ് ഓഫീസ് 100 ഓൺ 1st April 2016. 1st April 2016 4,000 ഡിബഞ്ചേഴ്സ് 100 രൂപ വിലയുള്ളത് ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തു. അപ്പോൾ 1/4/2016 നമ്മൾ ബാങ്ക് അക്കൗണ്ട് ലെറ്ററിൽ ഇപ്പോൾ 4,000 × 100 4 ലക്ഷം വരും. 4 ലക്ഷത്തിൻ്റെ 5% എത്ര വരും? 4 ലക്ഷത്തിൻ്റെ 5% 20,000 വരും. അപ്പോൾ 20,000 രൂപ കുറച്ച് നമ്മൾ ഇഷ്യൂ ചെയ്തു. 4 ലക്ഷത്തിൽ നിന്ന് 20,000 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 4 ലക്ഷത്തിൽ നിന്ന് 20,000 കുറച്ച് കഴിഞ്ഞാൽ 3,80,000 വരും. ഇപ്പോൾ ബാങ്കിൽ 3,80,000 വരും. ഓക്കെ. റെഡീമബിൾ അറ്റ് പ്രീമിയം ഓഫ് 10% ഇൻ ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് ഇൻ 4 ഇയേഴ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. 4 വർഷം കൊണ്ട് ആനുവൽ ഡ്രോയിങ്സ് ആയിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആനുവൽ ഡ്രോയിങ്സ് ആണ്, റിഡംഷൻ ബൈ ആനുവൽ ഡ്രോയിങ്സ്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡിൽ വരുന്നു 4,000 × 100 4 ലക്ഷം. 4 ലക്ഷത്തിൻ്റെ 10% എന്നുണ്ടെങ്കിൽ 40,000 വരും. അപ്പോൾ 40,000 രൂപ റിഡീം ചെയ്യുമ്പോൾ നമ്മൾ അധികം കൊടുക്കേണ്ടി വരും. ഇഷ്യൂ ചെയ്തപ്പോൾ ഒരു 20,000 രൂപ, അപ്പോൾ മൊത്തം 60,000 രൂപ നഷ്ടം വരുന്നുണ്ട്. ഗിവ് ജേർണലറീസ് ബോത്ത് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ജേർണലറീസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എമൗണ്ടുകളൊക്കെ നോക്കിയാൽ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ 3,80,000. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു 3,80,000. അല്ലെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ. എന്നിട്ട് നമുക്ക് തന്നെ എഴുതി ചേർക്കാം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ, ആ ബാങ്ക് അക്കൗണ്ട് ലെറ്ററിൽ എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ എമൗണ്ട് അതായത് 4 ലക്ഷത്തിൻ്റെ 5% ഡിസ്കൗണ്ട്. 4 ലക്ഷത്തിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 20,000 വരും. 20,000 കുറച്ച് കഴിയുമ്പോൾ എത്ര വരും? 3,80,000 വരും. ഓക്കെ. ദെൻ ഇഷ്യൂ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് പറയുമ്പോൾ 2 എമൗണ്ട് വരും. ഒന്ന് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്കൗണ്ട്, മറ്റൊന്ന് റിഡീം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രീമിയം. രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 20,000 40,000 വരും. അങ്ങനെ ടോട്ടൽ 60,000 വരും. ഓക്കെ. ഇതാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ. ടു ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 4,000 × 100 4 ലക്ഷം. 4,000 × 100 4 ലക്ഷം. ദെൻ ടു പ്രീമിയം റിഡംഷൻ 40,000 വരും. പ്രീമിയം റിഡംഷൻ 40,000. ഓക്കെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി 1/4/16 ഇഷ്യൂ ചെയ്തപ്പോൾ ഉണ്ടായ എൻട്രിയാണത്. ഓക്കെ. ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ അതായത് എത്ര ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തണം? 15% ഇൻവെസ്റ്റ്. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ 15% ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 15% ചെയ്യുമ്പോൾ എത്ര രൂപ വരും? അതായത് 1 ലക്ഷത്തിൻ്റെ 15. ഓരോ വർഷം നമ്മൾ എത്ര വെച്ച് 1 ലക്ഷം രൂപ വെച്ചല്ലേ? അതായത് 4 വർഷം കൊണ്ടാണ് നമ്മൾ റിഡീം ചെയ്യണം. അപ്പോൾ 4 ലക്ഷം ബൈ 4 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 1 ലക്ഷം വരാം. 1 ലക്ഷത്തിൻ്റെ 15. 1 ലക്ഷത്തിൻ്റെ 15 എത്ര വരും? 15,000 രൂപ വരും. 1 ലക്ഷത്തിൻ്റെ 15 15,000 വരും. ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ള ചിന്ത അതിൻ്റെ ടു ബാങ്ക് എത്ര രൂപ ബാങ്കിൽ വരുന്നു? ആ ബാങ്കിൽ വരുന്ന എമൗണ്ട് നമ്മൾ ടു ബാങ്ക് അക്കൗണ്ട് നമ്മൾ എഴുതും. ഓക്കെ. ടു ബാങ്ക് അക്കൗണ്ട് 15,000 വരും. ടു ബാങ്ക് അക്കൗണ്ട് 15,000. ഓക്കെ. അപ്പോൾ അത്രയും രൂപ നമ്മൾ രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്യും. ഇനി മൂന്നാമത്തെ എൻട്രി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എമൗണ്ട് നമ്മളിവിടെ എഴുതിയിട്ട്, ഓക്കെ, അത് എന്നാണ് 31st ഓരോ വർഷവും നമ്മൾ ചെയ്യേണ്ട എൻട്രി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഡെറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഡിബഞ്ചർ ഓരോ വർഷം നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന എമൗണ്ടാണ് ഇവിടെ എഴുതേണ്ടത്. അങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്ന എമൗണ്ട് 1 ലക്ഷം വരും. ഓക്കെ. അത് തന്നെയാണ് നമുക്ക് ഇപ്പുറത്തും വരുന്നത്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 1 lakh. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് 1 lakh. ഓക്കെ. അതെഴുതി. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം? 31st March 2017 നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. അപ്രോപ്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ദെൻ ഡ്യൂ ആകുന്ന എൻട്രി 1 ലക്ഷം രൂപ നമ്മൾ ഡ്യൂ ആകുന്നു. 1 ലക്ഷം രൂപ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ എത്ര വരും? 10% എന്ന് പറഞ്ഞാൽ 10,000 വരും. ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1,10,000 വരും. 1,10,000. ഓക്കെ. എമൗണ്ട് ഡ്യൂ ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ദാറ്റ് ഈസ് 4 lakh ഡിവൈഡ് ബൈ 4 1 lakh. 1 lakhൻ്റെ 10% ആണ് ഈ 10,000 വരുന്നത്. ഇത് നമ്മൾ നിയമപ്രകാരം ചെയ്യുന്ന ഒരു എമൗണ്ടാണ്. എത്രയാണ്? 1 ലക്ഷം രൂപ നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഡെറ്റർ ടു അത് നമ്മൾ ചെയ്യണം. അത് എല്ലാ
ഡിബഞ്ചറിൻ്റെ റിഡംഷനിലും 25% മിനിമം നമ്മൾ DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് 31/3/2017. ഇനി 31/3/2018 അത് എഴുതുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രി നമുക്ക് എഴുതണം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എത്ര വരും? 1,10,10,000 രൂപ വരും. 1,10,10,000. ഓക്കെ, 1,10,10,000 ടു ബാങ്ക് അക്കൗണ്ട് 1,10,10,000. അടുത്തത് അടുത്ത വർഷം 2018 വീണ്ടും നമ്മൾ 11% ഡിബഞ്ചേഴ്സ് അക്കൗണ്ടേറ്റർ 1,00,000. 11% ഡിബഞ്ചേഴ്സ് അക്കൗണ്ടേറ്റർ 1,00,000. ദെൻ പ്രീമിയം റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടേറ്റർ 10,000. ഇതെല്ലാ വർഷവും നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻട്രിയാണ്, അതെഴുതാം. അപ്പോൾ ഇവിടെ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1,10,10,000. 1,10,10,000. അപ്പോൾ 2018 എമൗണ്ട് ഡ്യൂ ആയി. 2018 നമ്മൾ ഇനി റിസർവിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടായിട്ടില്ല. റിസർവിലേക്ക് ഒരു പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഡിബഞ്ചർ DRR അക്കൗണ്ടിലേക്ക് മിനിമം നമ്മൾ റിഡീം ചെയ്യുന്നതിൻ്റെ 25% നമ്മൾ എത്രയാണോ റിഡീം ചെയ്യുന്നത് അതിൻ്റെ 25% നമ്മൾ ചെയ്യാം. അപ്പോൾ 1,00,000 ഒരു വർഷം നമ്മൾ റിഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 1,00,000ത്തിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഓരോ വർഷവും 1,00,000 രൂപ വെച്ച് കൊടുത്ത് 4 വർഷം കൊണ്ട് ഈ പേയ്മെൻറ്റ് അവസാനിപ്പിക്കുകയാണ്. ഈ 4,00,000 രൂപ ലയബിലിറ്റി നമ്മൾ ഡിസ്ചാർജ് ചെയ്യണം. അങ്ങനെ ഓരോ വർഷവും നമ്മൾ ഡ്യൂ ഓൺ എൻട്രി ചെയ്തും പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രി. പക്ഷേ DRR അക്കൗണ്ടിലേക്ക് ആകെ ഒരു പ്രാവശ്യം നമ്മൾ എഴുതണുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 1,10,10,000 രൂപ നമ്മൾ എഴുതിയിരിക്കുന്നു. 1,10,10,000 രൂപ എഴുതി. ഇനി അതിൻ്റെ ക്യാഷ് കൊടുക്കുന്ന എൻട്രി എഴുതണം. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടേറ്റർ 1,10,10,000. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടേറ്റർ 1,10,10,000 ടു ബാങ്ക് അക്കൗണ്ട്. ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ടു ബാങ്ക് 1,10,10,000. ഓക്കെ, അപ്പോൾ 2018 കഴിഞ്ഞു. ഇനി 2019 ഇതുപോലെ തന്നെ നമ്മൾ എന്ത് എഴുതണം? ഈ പറഞ്ഞ 11% ഡിബഞ്ചേഴ്സ് അക്കൗണ്ടേറ്റർ 1,00,000. 11% ഡിബഞ്ചേഴ്സ് അക്കൗണ്ടേറ്റർ 1,00,000. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടേറ്റർ 10,000. 10,000 എങ്ങനെ കിട്ടി? 10% കേട്ടോ. അതാണ് നമുക്ക് 10,000 വരുന്നത്. അപ്പോൾ ഇനി ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1,10,10,000. 1,10,10,000 1,00,000 അല്ല, 1,10,10,000. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു. ഇനി 2019 ഡ്യൂ ആകുന്ന എൻട്രിയാണ് എഴുതിയത്. 2019 ഡ്യൂ ആകുന്ന എൻട്രി ചെയ്ത് ഇനി നമ്മളതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്ന എൻട്രി 1,10,10,000. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടേറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 1,10,10,000. ഈ 2020 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ വിൽക്കുന്നു, റിയലൈസ് ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അതായത് 4-ാമത്തെ വർഷം 16, 17, 18, 19, 20. 16-ലുള്ള ഇഷ്യൂ അതെ. അപ്പോൾ 17, 18, 19, 16 നമ്മൾ 17 നമ്മൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റ്, 18 നമ്മൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റ്, 19 ഒരു ഇൻസ്റ്റാൾമെൻറ്റ്, 20 ഒരു ഇൻസ്റ്റാൾമെൻറ്റ്. അങ്ങനെ 4-ാമത്തെ വർഷം കൊണ്ട് നമ്മൾ ഈ ക്യാഷ് കൊടുത്ത് അവസാനിപ്പിക്കണം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് 15,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുക. 15%. ആ 15% നമ്മൾ റിയലൈസ് ചെയ്യുന്നു. റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ലാഭനഷ്ടത്തെക്കുറിച്ചൊന്നും പറയില്ല. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത അതേ എമൗണ്ട് നമ്മൾ റിയലൈസ് ചെയ്തായിട്ട് നമ്മൾ കണക്കാക്കണം. ഇൻവെസ്റ്റ് ചെയ്ത അതേ എമൗണ്ടിന് നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ടു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള എമൗണ്ടിൽ നമ്മൾ 15,000 തന്നെ എഴുതും. ഓക്കെ, അങ്ങനെ എഴുതി നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ 11% ഡിബഞ്ചേഴ്സ് അക്കൗണ്ടേറ്റർ പ്രീമിയം. ആ വർഷവും നമ്മൾ ഇതുപോലെ തന്നെ 1,00,000 രൂപ നമ്മൾ ഡ്യൂ ആകുന്നതായിട്ടായിരുന്നു. ഓക്കെ, പ്രീമിയം 10,000 രൂപ എഴുതും. ഇനി ഇവിടെയാണെങ്കിൽ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് 1,10,10,000. 1,10,10,000. യെസ്, ഇനി നമുക്ക് അതിൻ്റെ ക്യാഷ് കൊടുക്കുന്ന എൻട്രി ചെയ്താം. ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടേറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 1,10,10,000. ദെൻ ഇനി ഇത് അപ്പോൾ 4 വർഷം കൊണ്ട് നമ്മൾ 2020 നമ്മൾ പേയ്മെൻറ്റ് നടത്തി അവസാനിച്ചു. 2016 നമ്മൾ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. 2017 1,00,000 കൊടുത്തു, 2018 1,00,000 കൊടുത്തു, 2019 1,00,000 കൊടുത്തു, 2020 1,00,000 കൊടുത്തു. പക്ഷേ എല്ലാ വർഷവും ഒരു 10,000 രൂപ വെച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അത് പ്രീമിയത്തിൽ റിഡീം ചെയ്യണം എന്നുള്ളത് ചോദ്യത്തിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി അവസാനം 1,10,10,000 രൂപ 2020 1,10,10,000 രൂപ കൊടുത്തോടുകൂടി പിന്നെ DRR അക്കൗണ്ടിൽ ഇനി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എവിടേക്ക് മാറ്റാം? ജനറൽ റിസർവിലേക്ക് മാറ്റാം. അപ്പോൾ എത്രയാണ് അവിടെ ഉള്ളത്? നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് 25% ഇടയില്ലേ? അതായത് 4,00,000/4 25% എന്ന് പറഞ്ഞാൽ 4,00,000ത്തിൻ്റെ 25% 1,00,000 നമ്മൾ DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഇനി ബാലൻസ് അവിടെ വേണ്ട, അത് നമ്മൾ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ നമ്മൾ 1,00,000 രൂപ നമ്മൾ
DRR അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു 1,00,000 രൂപ. ഓക്കെ, അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ലെറ്റർ ടു ജനറൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ, ബാലൻസ് ഇൻ DRR അക്കൗണ്ട് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് അക്കൗണ്ട്. ഇതാണ് നമ്മുടെ ഈ ആനുവൽ ഡ്രോയിങ്സ് പ്രകാരമുള്ള പ്രോബ്ലത്തിൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.